ആഹാരമാണ് ഔഷധം എന്നല്ലോ പറയാറുള്ളത്. എത്ര ഔഷധ ഗുണമുണ്ടെങ്കിലും രുചികരമല്ലെങ്കിൽ അത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ അനുയോജ്യമായ ചേരുവകൾ ഒന്നിച്ചു ചേർത്തുണ്ടാക്കിയാൽ അത് കഴിക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമാണ്. അങ്ങനെ രുചിയും ഗുണവും ഒത്തിണങ്ങി എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കർക്കിടകക്കഞ്ഞിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിനായി ഒരു പാത്രത്തിൽ 1/4 കപ്പ് ഉലുവ, 1/4 കപ്പ് ചെറുപയർ എന്നിവ നന്നായി കഴുകി 8 മണിക്കൂർ കുതിരാനായിട്ട് വെക്കുക. 8 മണിക്കൂർ കഴിയുമ്പോൾ അരി കൂടി ഇതിൻ്റെ കൂടെ വേവിച്ചെടുക്കേണ്ടതുണ്ട്. അരി എടുക്കുമ്പോൾ ഞവരരി വേണം എടുക്കാനായിട്ട്. അതാണ് ഏറ്റവും നല്ലത്. ഞവരരി ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തവിടുള്ള ഉണക്കലരി എടുത്താലും മതി. അങ്ങനെ ഒരു ഉണക്കലരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കുതിർക്കേണ്ട ആവശ്യമില്ല. ചെറുപയറിൻ്റെ കൂടെ പ്രഷർ കുക്കറിലിട്ടോ അല്ലെങ്കിൽ മൺകലത്തിലോ വേവിച്ചെടുത്താൽ മതി. ഇനിയും 1/2 കപ്പ് ഉണക്കലരി നന്നായി കഴുകി പാത്രത്തിലോട്ട് മാറ്റുക. അതിൻ്റെ കൂടെ കുതിർത്ത് വെച്ചിരുന്ന ഉലുവ ചെറുപയർ മിക്സ് ഇടുക. ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിടാതെ കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക. 4 കപ്പ് വെള്ളമൊഴിക്കുക. വെള്ളമൊഴിച്ചതിന് ശേഷം 1/2 സ്പൂണ് നെയ്യ് കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ച് നന്നായി വേവിക്കുക. ഇത് വേകുന്ന സമയത്ത് ഒരു മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങ ചിരകിയത്, അതുപോലെ 1 ടീസ്പൂണ് ചെറിയ ജീരകം, അരയ്ക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം എല്ലാം ചേർത്ത് നല്ലവണ്ണം അരച്ച് മാറ്റി വെക്കുക. ഈ സമയം അരിയും ചെറുപയറും ഉലുവയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇളക്കിയതിന് ശേഷം നന്നായി അരച്ച തേങ്ങാ മിക്സ് ഒഴിക്കുക. ലേശം തിളപ്പിച്ചാർച്ച വെള്ളം കൂടി ഒഴിക്കാൻ വെക്കും. അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കാൻ വേണ്ടി 1 മിനിറ്റ് ചെറുതായിട്ട് തിളപ്പിക്കുക. ഇത് നമുക്ക് കഴിക്കാനുള്ള പരുവമായി. എന്നാൽ കുറച്ചുകൂടി ടേസ്റ്റൊക്കെ കൂട്ടാനായിട്ട് ഒരു ഉള്ളി വറുത്തൂടെ ചേർക്കാം. അതിനായി ചൂടായ നെയ്യിലേക്ക് 1/2 സ്പൂൺ ജീരകവും ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കുക. ചെറിയ ഉള്ളി കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇത് കഞ്ഞിയിലേക്ക് ഒഴിക്കുക. ഇപ്പോഴിവിടെ നല്ല ടേസ്റ്റിയായും ഹെൽത്തിയുമായിട്ടുള്ള കഞ്ഞി റെഡിയായി. പല പച്ചമരുന്നുകൾ ചേർത്തും കഞ്ഞി തയ്യാറാക്കാം. കർക്കിടക മാസമാകുമ്പോൾ പലരും ആഗ്രഹത്തിൻ്റെ പേരിൽ പാക്കറ്റുകളിൽ കിട്ടുന്ന കർക്കിടകക്കഞ്ഞിക്കൂട്ട വാങ്ങാറുണ്ട്. എന്നാൽ പലപ്പോഴും ഉപയോഗിക്കാറില്ല. എന്നാൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഈ സിമ്പിളായ കഞ്ഞി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.